بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, നമ്മുടെ SSF പാലക്കാട് ജില്ലാ സാഹിത്യോത്സവ് മത്സരങ്ങൾക്കിടയിൽ ഏറെ പ്രാധാന്യമുള്ള ചില വിഷയങ്ങളെ അധികരിച്ചുള്ള ചർച്ചകൾ അനുബന്ധ സെഷനുകളായി നടക്കുകയാണ്. അതിൽ ഏറെ ശ്രദ്ധേയമായൊരു സെഷനിലാണ് നമ്മളിപ്പോൾ ഒത്തുകൂടിയിട്ടുള്ളത്. പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉലമ സാരഥ്യങ്ങളായി പരിലസിക്കുകയും ജ്ഞാന കൈമാറ്റങ്ങളിലൂടെയും വൈജ്ഞാനിക വ്യവഹാരങ്ങളിലൂടെയും ഈ ഉമ്മത്തിന് ദിശ കാണിച്ചു കൊടുക്കുകയും വേറിട്ട വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്ത പണ്ഡിതന്മാരെ, അവരുടെ സേവനങ്ങളെ പരിചയപ്പെടുന്നതിന് വേണ്ടിയാണ് ഈ സെഷൻ, ഈ സമയം നാം ചെലവഴിക്കുന്നത്. പാലക്കാട് ജില്ല കേരളീയ മുസ്ലിം വൈജ്ഞാനിക പരിസരത്ത് ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിയ നിരവധി പണ്ഡിതന്മാർക്കും നിരവധി ദർസുകൾക്കും നിരവധി ഉലമ ആക്ടിവിസത്തിനും വേദിയായൊരു മണ്ണാണ്. ഈ പാലക്കാട് ജില്ലയിലെ കഴിഞ്ഞ കാലങ്ങളിലെ ജ്ഞാന കൈമാറ്റത്തിലൂടെ ഉലമ ആക്ടിവിസത്തിൻ്റെ മനോഹരമായ പ്രവർത്തന മികവിലൂടെ ധാരാളം വൈജ്ഞാനിക വിശേഷങ്ങൾ ഈ ഉമ്മത്തിന് സമ്മാനിക്കുകയും മുസ്ലിം ഉമ്മത്തിൻ്റെ സാംസ്കാരികതയെ ധിഷണയുടെയും വിജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും അവബോധത്തിൻ്റെയും തെളിച്ചത്തിൽ മിനുക്കിയെടുക്കുകയും മൂർച്ചപ്പെടുത്തുകയും ചെയ്ത പണ്ഡിത വിലാസങ്ങളെ നാം പരിചയപ്പെടുകയാണ്. അൽഹംദുലില്ലാഹ്, ഈ സെഷനിൽ നമ്മളോടൊപ്പം ഉള്ളത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ പ്രദേശത്ത് ജീവിക്കുന്ന, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അഭിവന്ദ്യരായ യൂസുഫ് ഫൈസി ഉസ്താദ് അവറുകളാണ്. കഴിഞ്ഞ കാലങ്ങളിലെ ഉലമാക്കളെ പരിചയപ്പെടുത്തുന്നിടത്തും അവരുടെ സംഭാവനകളെ വിലയിരുത്തുന്നിടത്തും വളരെ ത്യാഗപൂർണമായ നിരവധി ഇടപെടലുകൾ നടത്തുകയും അൽഹംദുലില്ലാഹ് കഴിഞ്ഞ സാഹിത്യോത്സവിൽ, ജില്ലാ സാഹിത്യോത്സവിൽ ഇതിന് സമാനമായ ഒരു വിഷയത്തെ ഉസ്താദ് തന്നെ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. പാണ്ഡിത്യത്തിൻ്റെ പൈതൃക മുദ്രകൾ എന്ന പേരിൽ ഇസ്ലാമിക് പബ്ലിഷിംഗ് ബ്യൂറോ പ്രസിദ്ധീകരിച്ച ഉസ്താദ് അവറുകളുടെ പുസ്തകം നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിൻ്റെ ഒരു ആധികാരിക രേഖ കൂടിയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ചർച്ചകളിലേക്ക് കടക്കുകയാണ്. പ്രധാനമായും പാലക്കാട് ജില്ലയിലെ മഹാന്മാരായ കേരളീയ പണ്ഡിതന്മാരുടെ ചരിത്രം നാം വിശകലനം ചെയ്യുമ്പോൾ മഖ്ദൂം പണ്ഡിതന്മാർ മുതലാണല്ലോ ചരിത്രം നമുക്ക് ആധികാരികമായി കൂടുതൽ ലഭിക്കുന്നത്. അതിന് മുമ്പുള്ള വലിയൊരു കാലത്തെ ചരിത്രത്തിൻ്റെ ആധികാരിക രേഖകൾ നമുക്ക് ലഭ്യമല്ല. ഈ മഖ്ദൂം പണ്ഡിതന്മാരുടെ കാലഘട്ടം മുതൽ ഇപ്പോൾ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർ വരെയുള്ള നീണ്ട കാലത്തെ ചരിത്രം, അതിനോട് ചേർന്ന് ധാരാളം പണ്ഡിത മഹത്തുക്കൾ ഇവിടെ കഴിഞ്ഞുപോയി. അവരുടെ അനുഭവങ്ങൾ, അവരുടെ അധ്യായങ്ങളിലേക്ക് നാം കടക്കാം. ആദ്യമായി നാം മണ്ണാർക്കാടാണ് സ്ഥിതി ചെയ്യുന്നത്. മണ്ണാർക്കാട് എന്ന പ്രദേശത്തിന് കേരളീയ മുസ്ലിം വൈജ്ഞാനിക പരിസരത്തേറെ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് മണ്ണാർക്കാട്. നിരവധി പ്രതിഭാശാലികളായ പണ്ഡിതന്മാർ ദർസ് നടത്തുകയും ധാരാളം വൈജ്ഞാനിക പരിശ്രമങ്ങൾ നടക്കുകയും ചെയ്ത ഒരു മണ്ണാണിത്. ആദ്യമായി കരിമ്പനക്കൽ അഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന 1878 ജനിക്കുകയും 1935
വഫാത്താവുകയും ചെയ്ത കരിമ്പനക്കൽ അഹമ്മദ് മുസ്ലിയാർ ഒരുപക്ഷെ നമുക്ക് വേണ്ടത്ര സുപരിചിതനല്ലാത്ത ഒരു വ്യക്തിത്വമാണ്. കരിമ്പനക്കൽ അഹമ്മദ് മുസ്ലിയാരുടെ പ്രൗഢമായ വൈജ്ഞാനിക പാരമ്പര്യത്തെയും അവിടുത്തെ ശിഷ്യസമ്പത്തിനെയും നാൾവഴികളെയും വിശദീകരിച്ചുകൊണ്ട് ആരംഭിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ. അമ്മാ ബഅദു. കരിമ്പനക്കൽ അഹമ്മദ് മുസ്ലിയാരെ പറ്റി പറയുമ്പോൾ കരിമ്പനക്കൽ എന്ന തറവാടിൻ്റെ അടിസ്ഥാനം പൊന്നാനിയാണ്. പൊന്നാനി മഖ്ദൂമിങ്ങളുടെ ഖാദിബിങ്ങൾ, പരിചാരകരായ ഒരു കുടുംബം. അതിൻ്റെ ഒരു ശാഖ പാലക്കാട് ജില്ലയിലെ മപ്പാട്ടുകരയിലേക്ക് മാറി താമസിച്ചു. അവർ താമസിച്ചതായ പ്രദേശത്തിൻ്റെ പേരാണ് കരിമ്പനക്കൽ. മപ്പാട്ടുകര ഇപ്പോഴും പാലക്കാട് ജില്ലയിലാണ്. ആ മപ്പാട്ടുകരയിൽ നിന്നാണ് കുന്നപ്പള്ളി, പെരിന്തൽമണ്ണ, മണ്ണാർക്കാട്, കരേക്കാട്. കെ സദഖത്തുള്ള മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ കരിമ്പനക്കൽ കരേക്കാട് ശാഖയിൽ നിന്ന് ഇവിടെ പ്രതീതിയാണ്. അപ്പോൾ മഹാനായ കരിമ്പനക്കൽ അഹമ്മദ് മുസ്ലിയാർ പെരിന്തൽമണ്ണ കുന്നപ്പള്ളിയിൽ നിന്നും അദ്ദേഹം മണ്ണാർക്കാട് ജനിച്ചുവെന്ന അഭിപ്രായമുണ്ട്. ആ വിധത്തിലാണ് മഹാനായ എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാർ രേഖപ്പെടുത്തിയുള്ളത്. ആലി ഹാജി എന്നാണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര്. വേറെ ചില പണ്ഡിതന്മാർ, ചരിത്രകാരന്മാർ പിതാവിനെയും കുടുംബത്തെയും ഖാൻ ബഹദൂർ കല്ലടി മൊയ്തുട്ടി സാഹിബ് പള്ളി നിർമ്മാണ ആവശ്യാർത്ഥം പെരിന്തൽമണ്ണക്ക് സമീപത്തു നിന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്താവട്ടെ, അദ്ദേഹം മണ്ണാർക്കാട് പള്ളിയിൽ അന്ന് തന്നെ 1900 മുമ്പ് തന്നെ 1800 അവസാനത്തിലെല്ലാം നല്ല സജീവമായി നിലനിൽക്കുന്ന ദർസുണ്ടായിരുന്നു. ആ ദർസിലാണ് പഠനം തുടങ്ങിയത് എന്ന കാര്യം വസ്തുതയാണ്. അതിനുശേഷം മഹാനായ കരിമ്പനക്കൽ ഉസ്താദ് ഒരുപാട് ഉസ്താദുമാർ നോദി പഠിച്ചിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒരു ഉസ്താദാണ് കട്ടരശ്ശേരി ആലി മുസ്ലിയാർ, അല്ലെങ്കിൽ കരിഞ്ചാപ്പാടി ആലി മുസ്ലിയാർ. അലിയുത്തൂരി എന്ന് മുപ്പരിപ്പ്. അലിയുത്തൂരി എന്ന് പറഞ്ഞാൽ പൊളത്തൂരിലേക്ക് ചേർക്കുമ്പോൾ പൊള എന്നതിനെ കട്ട് ചെയ്തിട്ട് അത്തൂർ എന്ന അവസാനത്തെ പദത്തിലേക്ക് ചേർക്കും. എങ്ങനെയാണ് ദാരിമി എന്ന ബിരുദുള്ളത്? ദാറുസ്സലാം എന്ന നന്ദി കോളേജിന്റെ പേരിൽ ദാരി മി അങ്ങനെയുള്ള ഒരു നിസ്ബയും ഉണ്ട് എന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാം. അതിൻ്റെ നഹ്വിയായ ഗ്രാമർ സംബന്ധമായ നിയമങ്ങളെ പറ്റിയിട്ട് മറ്റൊരിക്കൽ നമുക്ക് വിശദീകരിക്കാം. എന്താവട്ടെ, അലിയുത്തൂരി മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹം കരിഞ്ചാപ്പാടിയാണ് മറവട്ട് കിടക്കുന്നത്. 3 സ്ഥലത്ത് മാറി മാറി താമസിച്ചുകൊണ്ട് അങ്ങനെ അറിയപ്പെട്ടു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഹറമിലെ ശിഷ്യന്മാരിൽ ഒരാളാണ് ഇന്നത്തെ നമ്മുടെ ഇയാനത്തു താലിബീന്റെ രചയിതാവായ സയ്യിദ് ബക്കരി. മഹാനായ അല്ലാമ യൂസുഫ് നബ്ഹാനി അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. അദ്ദേഹത്തിൽ നിന്നും മഹാനായ കരിമ്പനക്കൽ ഉസ്താദ് ഓതിയിട്ടുണ്ട്. പ്രധാനമായും അവസാനം കോളേജിലേക്ക് ബാക്കിയാത്ത് സ്വാലിഹത്തിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കിതാബുകളെല്ലാം അദ്ദേഹം ഓതിയത് മഹാനായ കുഞ്ഞംബാവ മുസ്ലിർ എന്ന പേരിൽ അറിയപ്പെട്ട അബ്ദുറഹ്മാൻ മഖ്ദൂമി, വെളിയങ്കോട് തട്ടാങ്കര കുട്ടിയാമ മുസ്ലിയാർ. തട്ടാങ്കര കുട്ടിയാമ മുസ്ലിയാർ ഇബ്നു ഹജറായിട്ടും ഇന്ത്യൻ ഇബ്നു ഹജറായിട്ടും മഹാനായ കുഞ്ഞംബാവ മുസ്ലിയാർ മുഹമ്മദ് റംലി ആയിട്ടും പഴയകാല ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കാറുണ്ട്. ഈ 2 മഹാരഥന്മാരുടെ കേരളം കണ്ട സമീപകാലത്ത് കണ്ടതായ കേരളീയ ശൈഖാനി ആണ് ഈ 2 പേര്. ഈ 2 മഹാരഥന്മാരുടെ ശിഷ്യഗണങ്ങളെ ക്രമപ്രകാരം എണ്ണുമ്പോൾ
ആദ്യം എണ്ണപ്പെടുന്നതായ 5 പേരിൽ ഒരാൾ ഏതായാലും ആരായിരിക്കും? കരിമ്പനക്കൽ അഹമ്മദ് മുസ്ലിയാർ, പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ആയഞ്ചേരി അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന തറക്കണ്ടി ഓർ, ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി, പരൂർ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ. പരൂർ എന്ന് പറഞ്ഞാൽ ഇവിടെ ചാവക്കാട് കുന്നംകുളം സമീപത്തിലായിരിക്കുന്ന സ്ഥലമാണ്. നിരവധി രചനയുടെ രചയിതാവാണ് പരൂർ കുഞ്ഞഹമ്മദ്. ഈ 5 പേരിൽ ഒരാളായിട്ട് എല്ലാ ചരിത്രകാരന്മാരും രേഖപ്പെടുത്തപ്പെട്ടതായ മഹാനായ പണ്ഡിതനാണ് കരിമ്പനക്കൽ അഹമ്മദ് മുസ്ലിയാർ. അദ്ദേഹം പിന്നീട് ബാഖിയാത്ത് സ്വാലിഹാത്തിൽ ബാനി ഹസ്രത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ പോയിട്ടുണ്ട്. 1903 മഹാനുഭാവൻ ബാഖവി ബിരുദധാരിയായി. മഹാനായ നെല്ലിക്കുത്ത് മുഹമ്മദ് അലി മുസ്ലിയാരുടെ വിശദീകരണ പ്രകാരം 2ാം ബാക്കിയായി, കേരളത്തിലെ 2ാം ബാഖവിയായി അദ്ദേഹം രംഗപ്രവേശനം ചെയ്തു. അഭിപ്രായ വ്യത്യാസമുണ്ട്, ആരാണ് 1ാം ബാഖവി 2ാം ബാഖവി എന്നതിലെല്ലാം. എന്താവട്ടെ, ആദ്യകാല ബാഖവിമാൽ ഒരാളാണ് കരിമ്പനക്കൽ ഉസ്താദ്. ആ കരിമ്പനക്കൽ ഉസ്താദ് 1903 മണ്ണാർക്കാട് മഅദനുൽ ഉലൂം എന്ന പേരിൽ പ്രശസ്തമായ ആ കാലഘട്ടത്തെ മദ്രസ, ദർസ്, കോളേജ്, കുല്ലിയ എന്നതിന് ആ കാലത്ത് ഉപയോഗിച്ചിരുന്ന മദ്രസ, ബാഖിയാത്ത് സ്വാലിഹാത്തിന് മദ്രസ എന്ന് ഉപയോഗിക്കാം. ഉമ്മുൽ മദാരിസ് എന്ന് ബാഖിയാത്ത് സ്വാലിഹത്തിനെ പരിചയപ്പെടുത്താറുണ്ട്. അങ്ങനെ മണ്ണാർക്കാട് ദർസ് തുടങ്ങി അദ്ദേഹത്തിന്റെ ദർസിൽ പഠിച്ച മഹാരഥന്മാരായ ശിഷ്യന്മാർ എണ്ണുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. കേരളത്തിൽ പൊന്നാനി കഴിഞ്ഞാൽ താനൂര്, അതുപോലെ തന്നെ വാഴക്കാട് മഹാനായ OK ഉസ്താദ് ദർസ് നടത്തിയ ചാലിയം തുടങ്ങിയതായ പ്രശസ്തമായ പള്ളി ദർസുകളോടെല്ലാം കിടയൊത്ത് നിൽക്കുന്നതായ, ഒരു വേള അതിനേക്കാൾ ഉപരി തലയോടൊപ്പോടെ നിന്നിരുന്ന, വേണമെങ്കിൽ പൊന്നാനി കഴിഞ്ഞാൽ എല്ലാ അടിസ്ഥാനത്തിലും എണ്ണപ്പെടാവുന്ന വലിയ ഒരു കോളേജായിരുന്നു, ദർസായിരുന്നു മണ്ണാർക്കാട് മഅദനുൽ ഉലൂം ദർസ്. അതിൽ ദർസ് നടത്തി. അദ്ദേഹത്തിന്റെ ആദ്യകാല ശിഷ്യന്മാരിൽ ഏറ്റവും വലിയ പ്രതിഭയാകുന്നു മഹാനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപിതകാല നേതാവും 1ാമത്തെ തന്നെ പണ്ഡിതന്മാര് ശൃംഖലയിൽ എണ്ണപ്പെടേണ്ട നേതാവുമായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, പുന്നപ്പള്ളി ഹൈദർ മുസ്ലിയാർ, അതുപോലെ തന്നെ മഹാനായ അരിപ്പറ മൊയ്തീൻ ഹാജി, ബഹുമാനപ്പെട്ടതായ കെടങ്കയം ഇബ്രാഹിം മുസ്ലിയാർ, അതുപോലെ തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് സമസ്ത എന്നതായ ആ വാല് അല്ലെങ്കിൽ തല അത് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ 1925 ഏകദേശം ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപത്തിൽ രൂപീകരിക്കുന്ന വേളയിൽ അതിന്റെ പ്രസിഡന്റായിരുന്ന തിരുവാലി ഉസ്താദ് തുടങ്ങിയ ഒരുപാട് മഹാന്മാർ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ശിഷ്യഗണങ്ങളിലുണ്ട്. എണ്ണിപ്പറയാണെങ്കിലും ശിഷ്യന്മാരുമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെടുന്ന സമയത്ത് അതിന്റെ താക്കോൽ സ്ഥാനങ്ങളിലെല്ലാം ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ ശിഷ്യന്മാരായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണം ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദ്, അതുപോലെ തന്നെ തിരുവാലി മുഹമ്മദ് മീരാൻ മുസ്ലിയാർ, പെരുമ്പലം ഉണ്ണീദ് മുസ്ലിയാർ സമസ്ത സ്ഥാപകാംഗമാണ്, കെടങ്ങയം ഇബ്രാഹിം മുസ്ലിയാർ, അരിപ്ര മൊയ്തീൻ ഹാജി, വൈസ് പ്രസിഡന്റ് ആയിരുന്ന മൗലാന അബ്ദുൽ ഖാദിർ ഫദ്ഫരി, കേരളത്തിന് എപ്പോഴും അഭിമാനത്തോടുകൂടെ മാത്രം ഓർമ്മിക്കാവുന്ന വലിയ സാഹിത്യകാരനും പണ്ഡിതനുമായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ഫദ്ഫരി. അതുപോലെ തന്നെ ഇരുമ്പാലശ്ശേരി കുഞ്ഞഹമ്മദ് മുസ്ലിയാർ ശിഷ്യന്റെ ശിഷ്യനാണ്, സ്ഥാപകകാല മെമ്പറാണ്. തൂത തങ്കയത്തിൽ കുഞ്ഞാപ്പ് മുസ്ലിയാർ സ്ഥാപകാല മെമ്പറാണ്. മണ്ണാർക്കാട് തന്റെ ശിഷ്യനായിരുന്നു. മണ്ണാർക്കാട് മഅദനുൽ ഉലൂമിൽ ദർസ് നടത്തിയതായ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, അവരെയെല്ലാം വിവരിക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപകഘട്ടത്തിൽ വലിയ പങ്ക് വഹിച്ച മഹാനായിരുന്നു ബഹുമാനപ്പെട്ട കരിമ്പനക്കൽ ഉസ്താദ് അവർകൾ. ഉസ്താദിന്റെ വിശദീകരണ പ്രകാരം കരിമ്പനക്കൽ അഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്നത് മഖ്ദൂം പണ്ഡിതന്മാരിൽ നിന്ന് നേരിട്ട് ആധികാരികമായ അറിവ് സ്വീകരിക്കുകയും അതിൻ്റെ അധ്യാപനം നടത്തുകയും അതുപോലെ ഉസ്താദിന്റെ വിശദീകരണ പ്രകാരം കേരളത്തിലെ
വലിയ തലമുതിർന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ പ്രധാനികളായ നേതൃസാരഥികളെ സൃഷ്ടിക്കുന്നതിലൊക്കെ പാങ്ങിൽ ഉസ്താദിനെ പോലോത്ത പണ്ഡിത പ്രതിഭകൾക്ക്, ഇരുമ്പാലശ്ശേരി കുഞ്ഞഹമ്മദ് മുസ്ലിയാരനെ പോലോത്ത വൈജ്ഞാനിക വിലാസങ്ങൾക്ക് കരിമ്പനക്കൽ അഹമ്മദ് മുസ്ലിയാരോട് കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കരിമ്പനക്കൽ അഹമ്മദ് മുസ്ലിയാരെ വീണ്ടും തീർച്ചയായിട്ടും നന്നായി വായിക്കപ്പെടേണ്ടതുണ്ട്. അതോടൊപ്പം ഉസ്താദിനോട് ചോദിക്കാനുള്ളത്, അതേ കാലത്ത് തന്നെയാണല്ലോ പാലക്കാട് ജില്ലയിലെ കുറച്ചുകൂടി പൊന്നാനിയോട് ചേർന്ന് കിടക്കുന്ന പടിഞ്ഞാറങ്ങാടി ഭാഗത്ത് അറക്കൽ മൂപ്പർ, അറക്കൽ കുഞ്ഞിമരക്കാർ മുസ്ലിയാർ എന്ന മഹാപ്രതിഭയെ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1879 ജനിച്ച് 1950 ആണ് അവിടുത്തെ വഫാത്ത് എന്നാണ് രേഖപ്പെട്ട് കാണുന്നത്. അറക്കൽ മൂപ്പർ എന്നറിയപ്പെടുന്ന ആ പാണ്ഡിത്യ സാഗരത്തെക്കുറിച്ച് ഉസ്താദ് വിശദീകരിച്ചാൽ സന്തോഷമായിരുന്നു. അൽഹംദുലില്ലാ, നമുക്ക് അനുസ്മരിക്കാനും അഭിമാനിക്കാനും വകയുള്ളതായ ഒരു കേന്ദ്രമാണ് പടിഞ്ഞാറങ്ങാടി അറക്കൽ. പിന്നെ ഇതിനായി ഞാൻ ചിലപ്പോൾ കേരളത്തിലെ സൂഫിസത്തിന്റെ തറവാട് പടിഞ്ഞാറങ്ങാടി അറക്കലാണ് എന്ന രീതിയിൽ എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. മാനദണ്ഡം സൂക്ഷ്മത, സുഹൃദ്, ഐഹിയ പരിത്യാഗം എന്നീ 2 മാനദണ്ഡങ്ങൾ വെച്ച് നോക്കി സൂഫിസത്തെയും സൂഫികളെയും വിലയിരുത്തുമ്പോൾ പടിഞ്ഞാറങ്ങാടി അറക്കൽ സൂഫിസത്തിന്റെ തറവാടായി നമുക്ക് കാണാൻ സാധിക്കും. സംഗതി ശരിയാണ്. മശായിഖന്മാരും മൗലിയാക്കന്മാരും സാദാത്യങ്ങളും അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരുപാട് കേന്ദ്രങ്ങൾ കേരളക്കരയിലുണ്ട്. പുറത്തിൽ ഷെയ്ഖന്മാർ അബ്ദുൽ ഖാദിർ സാനി ബലാഫത്തനി, 2-ാം മുഹിദ്ദീൻ ഷെയ്ഖ് എന്ന പേരിൽ അറിയപ്പെട്ട മഹാത്മാവ് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ്. വേറെയും ഒരുപാട് മഹാത്മാക്കൾ. ബുഖാരി സാദാത്യങ്ങൾ, സയ്യിദന്മാർ മറവിട്ട് കിടക്കുന്ന കടപ്പുറം ബുഖാറ തുടങ്ങി ഒരുപാട് സ്ഥലങ്ങളുണ്ടെങ്കിൽ ശരി, ഈ 2 മാനദണ്ഡം വെച്ചുകൊണ്ട് സൂഫിസത്തെയും സൂഫിയാക്കളെയും വിലയിരുത്തുമ്പോൾ ഏറ്റവും വലിയതായ സൂക്ഷ്മതയുടെയും സുഹൃദിന്റെയും നായകന്മാരിൽ ഒരാളായിരുന്നു മഹാനായ അറക്കൽ മൂപ്പർ. അറക്കൽ മൂപ്പരുടെ ഉസ്താദുമാരും നേരത്തെ നമ്മൾ പറഞ്ഞതായ കരിമ്പനക്കൽ അഹമ്മദ് മുസ്ലിയാരുടെ പൊന്നാലിയിലെ ഉസ്താദുമാരാണ്. വലിയങ്കോട് തട്ടാങ്കര കുട്ടിയാമ്മ മുസ്ലിയാരും കുഞ്ഞമ്പാവ മുസ്ലിയാരും. അറക്കൽ മൂപ്പര് ആത്മീയ സരണികളെല്ലാം, തരീഖത്തിന്റെ മാർഗങ്ങളെല്ലാം അവലംബിച്ച് മുന്നേറിയത് ഈ 2 മഹാരഥന്മാരുടെ ഇർഷാദ്, മാർഗദർശനം, ഇജാസത്ത്, അനുമതി പ്രകാരമായിരുന്നു എന്ന് നമുക്ക് ചരിത്രം വിലയിരുത്തുമ്പോൾ കാണാൻ സാധിക്കുന്നു. മൂപ്പര് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ സൂഫിസവുമായി ബന്ധപ്പെട്ട ഇൽമു പഠിച്ച മഹാരഥന്മാരെല്ലാം മൂപ്പരോടാണ് ഏത് കാര്യത്തിലും മുഷാവറ നടത്തിയിരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആരോട്? അറക്കൽ മൂപ്പരോട്. മഹാനായ OK ഉസ്താദ് മൂപ്പരുടെ മുരീദാണ്, ആത്മീയ ശിഷ്യനാണ്. മഹാനായ കരിങ്കപ്പാറ ഉസ്താദ് മൂപ്പര നേർക്ക് നേരെ ശിഷ്യനാണ് മഹാനായ കക്കിടിപ്പുറം വലിയുല്ലാഹി അബൂബക്കർ മുസ്ലിയാർ മഹാത്മാവ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദ്യകാല സെക്രട്ടറി ആയിരുന്ന ഒറവുൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അതുപോലെ തന്നെ കാരക്കാട് അബൂബക്കർ മുസ്ലിയാർ തുടങ്ങിയതെല്ലാം നേർക്ക് നേരെ കിതാബോധിയ ശിഷ്യന്മാരും ആത്മീയ സരണി മൂപ്പിൽ നിന്ന് സ്വീകരിച്ച ആ താഴയിൽപ്പെട്ട ശിഷ്യന്മാരുമാകുന്നു. ഈ ബഹുമാനപ്പെട്ട അറക്കൽ മൂപ്പരെ പറ്റി പറയുമ്പോൾ കേരളത്തിന് അഭിമാനിക്കാൻ പറ്റുന്നതായ വലിയൊരു ഗ്രന്ഥാലയം, ഗ്രന്ഥപുര, ലൈബ്രറി എന്നോ കുത്തുബ്ഖാന എന്ന് പറയപ്പെടുന്ന ഒരു ഗ്രന്ഥാലയം 1903 മൂപ്പർ ഗനീമത്തു സ്വാലിഹീൻ എന്ന പേരിൽ അവിടെ ദർസ് തുടങ്ങുമ്പോൾ ആ ദർസിന്റെ പേര് പോലെ തന്നെ കുത്തുബ്ഖാനക്കും ആ പേര് നൽകിയിരുന്നു. ഗനീമത്തു സ്വാലിഹീൻ എന്ന ആ പേര് നൽകിയിരുന്നു. അതിലുള്ള ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങളുടെ ശേഖരണം, അതിന്റെ ക്രമീകരണം, അത് ഭാവിയിലേക്ക് നിലനിൽക്കാൻ വേണ്ടിയിട്ട് മൂപ്പർ ചെയ്തതായിരിക്കുന്ന ദീർഘദൃഷ്ടിയോടെ ചെയ്തായിരിക്കുന്ന കാര്യങ്ങളെല്ലാം നാം വിലയിരുത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിക്കാനുണ്ട്. ഈ ലൈബ്രറി സയൻസ് എന്ന സയൻസ് ശാഖ, ശാസ്ത്രശാഖ,
1800 അവസാനത്തിൽ 78, 79 കാലങ്ങളിലാണ് ഒരു ശാസ്ത്രശാഖയായി അതിൻ്റെ ഭ്രൂണാവസ്ഥയിൽ വിരിഞ്ഞു വരുന്നത് എന്ന് നമുക്ക് ചരിത്രം വായിച്ചാൽ കാണാൻ സാധിക്കുന്നുണ്ട്. 1930 ഈ ലൈബ്രറി സയൻസ് പൂർണ്ണാർത്ഥത്തിൽ ഒരു ശാസ്ത്രശാഖയായി പരിണമിച്ച് വികസിച്ചത് എന്നും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ശാസ്ത്രശാഖ രൂപപ്പെടുന്നതിന്റെ മുമ്പ് കേരളത്തിൽ ഗ്രന്ഥാലയങ്ങളും ലൈബ്രറി സംവിധാനങ്ങളും വ്യാപകമാകുന്നതിന് മുമ്പ് തന്നെ മനോഹരമായ ഒരു ഗ്രന്ഥാലയം സ്ഥാപിക്കുകയും അത് ദീർഘകാലം നീണ്ടു നിൽക്കാനുള്ളതായ എല്ലാ കാര്യങ്ങളും ആസൂത്രണം ചെയ്ത് നടപ്പാക്കുകയും ചെയ്തതായ ഒരു മഹാമനീഷി കൂടെയാകുന്നു ബഹുമാനപ്പെട്ട അറക്കൽ മൂപ്പർ. കേരളക്കരയിൽ ഇന്ത്യയിൽ ആദ്യം പബ്ലിക് ലൈബ്രറി തിരുവിതാംകൂർ സാദി തിരുനാൾ രാജാവ് 1829 തിരുവനന്തപുരത്ത് സ്ഥാപിച്ചു. വ്യവസ്ഥാപിതമായ ലൈബ്രറി സംവിധാനം 1937 ദാമോദരന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ടു. 1947 മഹാനായ ഷിഹാബുദ്ദീൻ അഹമ്മദ് കോലശായലിയത്തി തന്റെ ഗ്രന്ഥാലയം ഖുതുബ് ഖാന സ്ഥാപിക്കുന്നതെങ്കിൽ അതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 1993 ഈ ബൃഹത്തായ ഗ്രന്ഥാലയം സ്ഥാപിക്കുകയും അത് പരിപാലിക്കുകയും സുതാര്യമായ വഴിയിലൂടെ ധനശേഖരം നടത്തിയിട്ട് അതിലേക്ക് ഗ്രന്ഥം ശേഖരിക്കുകയും അതെല്ലാം കൃത്യമായി കണക്ക് രേഖപ്പെടുത്തി ഇപ്പോഴും പുതിയ തലമുറക്ക് ഗുണപാഠം ഉൾക്കൊള്ളുന്ന വിധം സൂക്ഷിക്കുകയും ചെയ്ത മഹാത്മാവാകുന്നു ബഹുമാനപ്പെട്ട അറക്കൽ മൂപ്പർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 10 വാള്യങ്ങളുള്ളതായ താജുൽ അറൂസ് എന്നതായ ഗ്രന്ഥം മഹാനായ ബഹുമാനപ്പെട്ട ഈ ഭാഷയുടെ കിതാബുകൾ അറബി ഭാഷ നിഘണ്ടു വിഷയങ്ങളിൽ ഏറ്റവും ബൃഹത്തായ 10 വാള്യങ്ങളിലായിരിക്കുന്ന താജുൽ അറൂസ് മുഹമ്മദ് മുർത്തദ അസ്സബീദിയുടെയാണ് ആ 10 വാള്യങ്ങളുള്ളത്. ആ കാലഘട്ടത്തിൽ തന്നെ ശേഖരിച്ച് സൂക്ഷിക്കപ്പെട്ടതായ ഒരു ഗ്രന്ഥാലയമാണത്. അതിനു പുറമെ ഈ ഗ്രന്ഥങ്ങൾ കേടുകൂടാതെ സുരക്ഷിതമാക്കാൻ ശാസ്ത്രീയമായ വൈദ്യശാസ്ത്ര നിയമപ്രകാരം അംഗീകരിക്കപ്പെട്ട ആയുർവേദ മരുന്നുകളും അതിന്റെ ചേരുവകളും അതെല്ലാം തയ്യാറാക്കിക്കൊണ്ടായിരിക്കണം ഈ ചെറു പ്രാണികളെ തൊട്ട് തന്റെ ഗ്രന്ഥാലയം സുരക്ഷിതമാക്കേണ്ടത് എന്നും 23 ഖണ്ഡികകളിലായിട്ട് ഈ ഗ്രന്ഥാലയത്തിന്റെ നിയമങ്ങളും ചട്ടങ്ങളും ആ കാലഘട്ടത്തിന് അറബിയിലും അറബി മലയാളത്തിലെല്ലാം തന്നെ ഗ്രന്ഥങ്ങളുടെ നാമങ്ങൾ 445 ഗ്രന്ഥങ്ങളുടെ പേരുകളും അതിന്റെ രചയിതാക്കളും അത് ഏത് വിഷയത്തിൽ രചിക്കപ്പെട്ടാണെന്ന കാര്യമെല്ലാം തന്നെ അറബിയിൽ സ്വന്തം കൈകൊണ്ട്. അതിനു പുറമെ ഈ ഗ്രന്ഥാലയ നിയമങ്ങൾ മലയാളത്തിൽ കൃത്യമായി നിയമങ്ങളും ചട്ടങ്ങളും മലയാളത്തിൽ എഴുതി വെച്ച് ഈ തലമുറക്ക് പഠിക്കാനുള്ളതായ പാഠങ്ങൾ അവശേഷിച്ചു കൊണ്ടിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞ മഹാരഥനാകുന്നു ബഹുമാനപ്പെട്ട അറക്കൽ മൂപ്പർ എന്നതായ സൂഫി വരി എന്ന് നാം മനസ്സിലാക്കുക. അറക്കൽ മൂപ്പർ എന്ന് പറയുന്ന മഹാഗുരുവിനെ കുറിച്ച് ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചുവല്ലോ. ഒരേ സമയത്ത് ആധ്യാത്മിക മേഖലയിൽ വലിയ വിശാലമായ സ്ഥാനം കൈവരിക്കുകയും വലിയ സമ്മതങ്ങൾ നമ്മുടെ പരമ്പരയിലുള്ള ആധ്യാത്മിക ഗുരുക്കന്മാർക്ക് സമ്മാനിക്കുകയും അതോടൊപ്പം വേറിട്ടൊരു വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് ഉസ്താദ് ഇവിടെ വിശദീകരിച്ചത്. അതിൽ നേരത്തെ ഉസ്താദുമായി സംസാരിച്ചപ്പോൾ ഉസ്താദിന്റെ ചരിത്രാന്വേഷണത്തിന്റെ ഭാഗമായി ബോധ്യപ്പെട്ട സാധ്യതയുള്ള ഒരു തലം നേരത്തെ പറഞ്ഞിരുന്നു. 1903 നമുക്ക് ലഭ്യമായ രേഖകൾ പ്രകാരം അറക്കൽ മൂപ്പർ ഗനീമത്ത് സ്വാലിഹീൻ എന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ലൈബ്രറി സ്ഥാപിക്കുന്നത്. എന്നാൽ അതേ വർഷം തന്നെയാണ് 1903 തന്നെയാണ് കരിമ്പനക്കൽ അഹമ്മദ് മുസ്ലിയാർ അദ്ദേഹത്തിന്റെ വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ മണ്ണാർക്കാട് ആരംഭിക്കുന്നതും. ഈ ഒരു യാദൃശ്ചികത കൂടി ചരിത്രം വായിക്കുമ്പോൾ നമുക്ക്
മനസ്സിലാകുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ മണ്ണാർക്കാട് നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ, മഅദനുൽ ഉലൂം ദർസിൽ ധാരാളം പണ്ഡിതന്മാർ ദർസ് നടത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ആളുകളെ വേഗത്തിൽ ഒന്ന് പറഞ്ഞു പോയാൽ നന്നായിരുന്നു. പ്രത്യേകിച്ച് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സവിശേഷമായ പ്രവർത്തനങ്ങളെക്കുറിച്ചും. കരിമ്പനക്കൽ അഹമ്മദ് മുസ്ലിയാരുടെ മുമ്പ് 1903 മുമ്പ് 1800 അവസാനത്തിൽ ദർസുണ്ട്. അന്നും അവിടെ ഉസ്താദുമാരുണ്ട്. അഹമ്മദ് മുസ്ലിയാർ, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, KK പോക്കർ മുസ്ലിയാർ, സദഖത്തുല്ലാ മുസ്ലിയാരുടെ പിതാവ്, ഒരഭിപ്രായ പ്രകാരം പ്രഥമ വാക്കവി ബിരുദധാരി. അഭിപ്രായ വ്യത്യാസമുണ്ട്, എന്താവട്ടെ. അരിപ്ര മൊയ്തീൻ ഹാജി 3 തവണയായി ദീർഘകാലം മണ്ണാർക്കാട് ദർസ് നടത്തിയായിരിക്കുന്ന വലിയ പണ്ഡിതനാണ് അരിപ്ര മൊയ്തീൻ ഹാജി. ഈ നേരത്തെ പറഞ്ഞ കരിമ്പനക്കൽ അഹമ്മദ് മുസ്ലിയാരുടെ അടുത്തുനിന്നും തിരുരങ്ങാടി നടുവിലെ പള്ളിയിൽ വെച്ച് കിതാബ് ഓതിയതായ മഹാരഥൻ കൂടിയാണ് അരിപ്ര മൊയ്തീൻ ഹാജി. 1930 സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 4ാമത്തെ സമ്മേളനം മണ്ണാർക്കാട് നടക്കുമ്പോൾ അന്ന് അതിൽ സജീവമായി പങ്കെടുത്ത മണ്ണാർക്കാട്ട് സദർ മുദരിസ് എന്ന പേരിൽ അൽബയാനിൽ പേരെല്ലാം നിരന്തരമായി അച്ചടിച്ചു വന്നിരുന്ന ഒരു മഹാത്മാവും കൂടിയാണ് അരിപ്ര മൊയ്തീൻ ഹാജി. വെള്ളയങ്ങര മുഹമ്മദ് മുസ്ലിയാർ 1930 സമസ്തയുടെ സമ്മേളനം മണ്ണാർക്കാട് നടക്കുമ്പോൾ അധ്യക്ഷത വഹിച്ചതായ ഒരു മഹാരഥൻ കൂടിയാണ് വെള്ളയങ്ങര മുഹമ്മദ് മുസ്ലിയാർ. വലിയ സൂഫിയരനായിരുന്നു. മഹാനായ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ കൂടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ കെട്ടിപ്പടുക്കാൻ വേണ്ടി ത്യാഗം അനുഭവിച്ച മഹാത്മാവാണ്. 7 ഹജ്ജ് നടന്നും ഒട്ടകപ്പുറത്തുമായി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് നമ്മുടെ മണ്ണാർക്കാടെന്നും മേലാറ്റിലേക്ക് പോകുമ്പോഴുള്ള 2 ജില്ലകളുടെ അതിർത്തി പ്രദേശമായ കൊളപ്പറമ്പ് എന്ന സ്ഥലത്താണ്. അവിടെ പോയി ചിലപ്പോൾ അന്വേഷിച്ച് ആദ്യം കണ്ടുപിടിക്കേണ്ടി വരും. നാം മറക്കാൻ പാടില്ലാത്ത, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഖബറുകൾ പോയി ദുആ നടത്തിയാൽ ഫലപ്രാപ്തി ഉണ്ടെന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന സൂഫിയരനാണ്. ഞാൻ നിർത്തുകയാണ്. അതുപോലെ തന്നെ ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ, കേരളം കണ്ട ഏറ്റവും വലിയ ബുദ്ധിശാലി. ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രശസ്തനാണ് മഹാനായിരിക്കുന്ന ഖുത്ബി മുഹമ്മദ് മുസ്ലിയാരെങ്കിൽ ഏറ്റവും വലിയ അഴക്കലാരന്നെയാണ് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ്. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ഫദ്ഫരി മണ്ണാർക്കാട് പഠിച്ചു. മണ്ണാർക്കാട് മുദരിസായ മഹാരഥനാണ്. അദ്ദേഹത്തിന്റെ സാഹിത്യപരമായ കഴിവ് വിനിയോഗിച്ചതായ പ്രതിഭാ ശേഷി ഉപയോഗപ്പെടുത്തി ഗ്രന്ഥരചന നടത്തി. അങ്ങനെ ജവാഹിറുൽ അഷ്ആർ എന്ന പ്രൗഢമായ കാവ്യരത്നങ്ങൾ അദ്ദേഹം കോർത്തെടുക്കാൻ ഉപയോഗിച്ചതായ സ്ഥലവും കൂടിയാണ്. അങ്ങനെ സാഹിത്യരചനക്ക് മഹാരഥന്മാരായ പണ്ഡിതന്മാർ തങ്ങളുടെ പ്രതിഭാശേഷി വിനിയോഗിച്ച തട്ടകം കൂടിയാകുന്നു മണ്ണാർക്കാടും. മണ്ണാർക്കാട് മഅദനുൽ ഉലൂമും. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ഫദ്ഫരി നാം പ്രത്യേകിച്ച് മനസ്സിലാക്കണം. പാലക്കാടിനെ സംബന്ധിച്ചോളം മലയാള സാഹിത്യത്തിന് വിസ്മരിക്കാൻ പറ്റാത്തതായ ഒരു കുഗ്രാമാണ് തസ്രാക്ക്. OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം. അത് വിരചിതമായ അതിലെ കഥാപാത്രങ്ങൾ ഇന്നും സ്വപ്നലോകത്തിലൂടെ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പ്രദേശം. അതുപോലെ മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ വലിയ സാഹിത്യകാരനായിരുന്നു. 23 ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചതായി അദ്ദേഹത്തിന്റെ അന്നഹ്ജുൽ ഖവീം എന്ന കിതാബിന്റെ മുഖവരിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ 1919 അത്തുഹ്ഫത്തുർ റബീഇയ്യ എന്ന ആ കാവ്യഗ്രന്ഥം അദ്ദേഹം രചിച്ചത് മണ്ണാർക്കാട് അദ്ദേഹം സദർ മുദരിസായി ജീവിക്കുമ്പോഴാണെന്ന് അതിന്റെ കയ്യെഴുത്ത് കോപ്പിയുടെ പുറംചട്ടിയിൽ തന്നെ കാണാൻ സാധിക്കും. അബ്ദുൽ ഖാദിർ ഫദ്ഫരി വിസ്മരിക്കാൻ സാധ്യമല്ലാത്ത മഹാത്മാവാണ്. തസ്രാക്കിനെ ആധുനിക കാലഘട്ടം എങ്ങനെ ഇപ്പോഴും ജീവിപ്പിക്കുന്നു, പുനർജീവിപ്പിക്കുന്നു എന്നത് പോലെ നമ്മുടെ മഹാരഥന്മാരായ സാഹിത്യകാരന്മാരായ കവികളായ ആ മഹാരഥന്മാർ, അവരെയും നാം ഓർക്കേണ്ടതാണ്, ഓർമ്മിപ്പിക്കേണ്ടതാണ്. വിസ്മരിപ്പിക്കാതെ അവരുടെ ഓർമ്മ നിലനിർത്തേണ്ടത്. ഇത് ഇവിടെ ദർസ് നടത്തിയ മഹാരഥന്മാരായ പണ്ഡിതന്മാരിൽ എനിക്ക് കണ്ടെത്താൻ സാധിച്ച പലരിൽ ചിലരാണ് മഹാനായ മൗലാന ചാലിലത്ത് കുഞ്ഞഹമ്മദ് ഹാജി
അദ്ദേഹം ഇവിടെ വെച്ചാണ് മരിച്ചത്, മണ്ണാർക്കാട് വെച്ച്. അദ്ദേഹത്തിന്റെ മൃതദേഹം ജനാസ കാളവണ്ടിയിൽ, അന്ന് കാളവണ്ടിയാണ് ഏറ്റവും വലിയതായ മനോഹരമായ വണ്ടി, അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ തിരുരങ്ങാടി തർമ്മൽ പള്ളി എന്ന ആ പള്ളിയിൽ അതിന്റെ ഖബർസ്ഥാനിൽ മറവട്ടു. ഇതാണ് ചരിത്രമുള്ളത്. കാലിലത്ത് കുഞ്ഞഹമ്മദ് ഹാജി കേരളം കണ്ട ഏറ്റവും വലിയ ബുദ്ധിജീവികളായ പണ്ഡിതന്മാരിൽ ഒരാളാണ് എന്ന് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കണം. അദ്ദേഹം ദർസ് നടത്തിയ കേന്ദ്രമാണത്. മണ്ണാർക്കാടുമായി ബന്ധപ്പെട്ട നിരവധി പണ്ഡിത വിലാസങ്ങളെ ഉസ്താദ് ഈ കുറഞ്ഞ സമയത്തിനകം വിശദീകരിച്ചു. സമയത്തിന്റെ പരിമിതി മൂലമാണ്, കുറേയേറെ പറയാനുണ്ട്. പാങ്ങിൽ ഉസ്താദിന്റെ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളുടെ ഭാഗമായി അദ്ദേഹത്തിന്റെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ വായിക്കപ്പെടേണ്ടതുണ്ട്. ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ദൈക്ഷണിക സംഭാവനകൾ നമ്മുടെ ഈ മണ്ണാർക്കാടിന്റെ മണ്ണിൽ നിന്നാണ് പ്രധാനമായും അദ്ദേഹം നടത്തിയത് എന്നൊക്കെ വായിക്കുമ്പോൾ, അതുപോലെ വെള്ളയങ്ങര മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന പലരും ശ്രദ്ധിക്കാത്ത ഒരു പ്രതിഭയെ കൂടി ഉസ്താദ് ഇവിടെ അവതരിപ്പിച്ചു. ഇനി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സംഘാടനത്തിലേക്ക് വരുന്നതിന് മുമ്പ് പ്രധാനമായും കേരളീയ കർമ്മശാസ്ത്ര രംഗത്ത് ഏറെ സ്വീകരിക്കപ്പെടുന്ന ഷാഫിഈ മദ്ഹബിലെ കേരളീയ പണ്ഡിതൻ കൂടിയായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രചിച്ച ഫത്ഹുൽ മുഈൻ, ആ ഫത്ഹുൽ മുഈന്റെ ഖാദിം എന്ന പേരിൽ അറിയപ്പെടുകയും കേരളത്തിന്റെ ഏറ്റവും ആധികാരിക കർമ്മശാസ്ത്ര പണ്ഡിത വിലാസങ്ങളായ കരിങ്കപ്പാറ ഉസ്താദിന്റെയും അതുപോലെ നന്നമ്പ്ര സൈദാലി ഉസ്താദിന്റെയും ഒക്കെ ഗുരുവര്യരായ ഇരുമ്പാലശ്ശേരി കുഞ്ഞഹമ്മദ് മുസ്ലിയാർ എന്ന പണ്ഡിത പ്രതിഭയെ പറയാതെ പോയാൽ ഈ ചർച്ച അപൂർണമായിരിക്കും. പ്രത്യേകിച്ചും ഇരുമ്പാലശ്ശേരി ഉസ്താദിനെ പരിചയപ്പെടുത്തുന്നതിൽ വലിയ ഒരു ഇടപെടൽ നടത്താൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യം കൂടി ഉണ്ടായിരിക്കും. ഇരുമ്പാലശ്ശേരി ഉസ്താദിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ സംഭാവനകൾ, മഹത്വങ്ങൾ ഒന്ന് വിശദീകരിച്ചാൽ. അൽഹംദുലില്ലാഹ്. സൈനുദ്ദീൻ മഖ്ദൂം കബീർ, സൈനുദ്ദീൻ മഖ്ദൂം സഗീർ, സൈനുദ്ദീൻ മഖ്ദൂം അഖീർ എന്നിങ്ങനെ 3 സൈനുദ്ദീൻ മഖ്ദൂമാരുണ്ട്. അതിൽ സഗീറിന്റെ രചനയാണ് ഫത്ഹുൽ മുഈൻ, കബീറിന്റെ രചനയാണ് അദ്കിയ, ഇർഷാദ്, മുർഷിദ് തുടങ്ങിയത്. എല്ലാ മഹാരഥന്മാരാണ്. നമുക്ക് ഒരു താവഴിയുണ്ട്, മഖ്ദൂമി താവഴി, അത് മനസ്സിലാക്കണം. ലോകത്ത് ദ്യൂബന്ദികൾ, തബ്ലീഗുകാർ, അതുപോലെ തന്നെ നദ്വത്തുലുമാ ലക്നോവിന്റെ ആൾക്കാർ, അതുപോലെ തന്നെ അറബ് ലോകത്ത് ഈജിപ്ഷ്യന്റെ സരണി, യമനി സരണി, ലബനാൻ സരണി, സിറിയ ആ സരണി തുടങ്ങിയ സരണികളുണ്ടെങ്കിലും അതെല്ലാം പൊട്ടിച്ചീറ്റി പോയിട്ടുണ്ട്, പലതായി മാറിയിട്ടുണ്ട്, പല അഭിപ്രായ വ്യത്യാസങ്ങളും വന്നിട്ടുണ്ട്. ഇന്നും നമ്മുടെ താവഴിയിൽ ഒരു മാറ്റം വരാതെ മഖ്ദൂമി താവഴി നിലകൊള്ളുന്നു. അതിന്റെ പ്രധാന നിമിത്തം ലോക അടിസ്ഥാനത്തിൽ സുപരിചിതമായ എല്ലാ ഗ്രന്ഥാലയങ്ങളിലും ഉള്ളതായ, എല്ലാ യൂണിവേഴ്സിറ്റികളും പഠിപ്പിക്കപ്പെടുന്നതായ, ഷാഫി ഫിഖ് പഠിച്ചതായ എല്ലാ പണ്ഡിതന്മാരും അറിയുന്ന ആ മഹത്തായ ഫത്ഹുൽ മുഈൻ. ആ ഫത്ഹുൽ മുഈനിന് പല വിധത്തിൽ വ്യാഖ്യാനമെഴുതി സംഭാവന അർപ്പിച്ചവരുണ്ട്. തർശീഹുൽ മുസ്തഫീദീൻ, തൻശീത്തുൽ മുത്താലിഈൻ, അതുപോലെ തന്നെ ഇആനത്തുൽ താലിബീൻ തുടങ്ങിയതായ ഒരുപാട് രചനകളിലൂടെ ഫത്ഹുൽ മുഈനിന് ലോകാടിസ്ഥാനത്തുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ സംഭാവന അർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ തഖ്രീറാത്തിലൂടെ കൊച്ചു വിശദീകരണ കുറിപ്പ് ഹസ്തലിഖിതങ്ങളായി, കയ്യെഴുത്തുകളായി ആ തന്റെ ഗ്രന്ഥത്തിൽ എഴുതി അത് തന്റെ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്ത്, അവരുടെ തലമുറകൾക്ക് പകർന്നു കൊടുത്തിട്ട് അതിന് മഹത്തായ സംഭാവന അർപ്പിച്ചതായ പണ്ഡിതന്മാരിൽ കോക്കൂർ അബ്ദു മുസ്ലിയാർ, അതുപോലെ തന്നെ പുതിയാപ്പിള അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ഇവരെല്ലാം മുൻനിരയിൽ നിൽക്കുന്നുവെങ്കിൽ പുതിയാപ്പിള അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്നും ഈ കിതാബുകളെല്ലാം ഓതിപ്പടിച്ചു. ഫത്ഹുൽ മുഈൻ ഓതുമ്പോൾ തുഹ്ഫ 10 പരിസരത്ത് അടുത്ത് വെച്ചിട്ട് ഇതിലുള്ള ഓരോ ഇബാറത്തിനോടും സമാനമായ ഇബാറത്തുകളും വിശദങ്ങളും അതിൽ നോക്കി നന്നാക്കേണ്ട ഭാഗം നന്നാക്കി, തിരുത്തേണ്ടത് തിരുത്തി, വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു സാധനയായി, ഒരു ഉപാസനയായി ഈ ഗ്രന്ഥ പഠനത്തെ കണ്ടിരുന്ന മഹാരഥന്മാരിൽ പ്രമുഖനാണ് ഇരുമ്പാലശ്ശേരി കുഞ്ഞഹമ്മദ് മുസ്ലിയാർ. സമസ്തയുടെ സ്ഥാപക മെമ്പർമാരിൽ ഒരാളാകുന്നു അദ്ദേഹം. ഫത്ഹുൽ മുഈന്
ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും തൻ്റെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചതും ഫത്ഹുൽ മൊയ്നല്ല, അദ്ദേഹം ഉപയോഗിച്ച മുഴുവൻ ഗ്രന്ഥങ്ങളിലും അദ്ദേഹം കൈപ്പടയായി സ്വന്തം കൈകളെ കൊണ്ടിട്ട് കുറിപ്പിന്റെ ശകലങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ മാധുര്യം, അതിന്റെ ഒരു സുഖം, അനുഭവിക്കാണ്ടായിരിക്കുന്ന ഒരു അനുഭൂതി എത്രത്തോളമാണെന്ന് ഒരുപാട് പറയാണ്ട്. ചെറിയൊരു സംശയം ഫത്ഹുൽ മുഈനിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് യാനത്ത് താലിബിന്റെ 4 വാള്യങ്ങൾ അതെല്ലാം ചിലപ്പോൾ പരിധി നോക്കേണ്ടി വരും. ഇത് ഒരു കൊച്ചു 1-2 വരിയിലുള്ളതായ ചെറിയ കുറിപ്പിലൂടെ നമ്മുടെ സംശയം തീർക്കുന്നതിന്റെ ചില ഉദാഹരണങ്ങൾ ഇന്ന് രാവിലെ ഉണ്ടായത് ഞാൻ ബഹുമാനപ്പെട്ട ബുഖാരി ഉസ്താദിന് പറഞ്ഞു കൊടുക്കേണ്ട. എല്ലാതും പറയുകയാണെങ്കിൽ നമുക്കത് മറ്റൊരു ചർച്ചയിലാകാം. എന്താവട്ടെ, അദ്ദേഹത്തിൽ നിന്നും ഫത്ഹുൽ മൊയ്ൻ ഓതിയതായ ശിഷ്യഗണങ്ങൾ പ്രമുഖരാണ് മഹാനായ കരിങ്കപ്പാറ മുഹമ്മദ് മുസ്ലിയാർ, നിറമൊരുദൂർ വീരാൻകുട്ടി മുസ്ലിയാർ, ബഹുമാനപ്പെട്ട നന്നമ്പ്ര സൈദാലി മുസ്ലിയാർ. ഇവരെല്ലാം അവർ ഫത്ഹുൽ മൊയ്ൻ ഓതുകയും അത് അവരവരുടെ ഗ്രന്ഥങ്ങളിലേക്ക് എഴുതി ചേർക്കുകയും പിന്നീട് കൂടുതൽ വിശദീകരണങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഉസ്താദിന്റെ ഫത്ഹുൽ മൊയ്നേക്കാൾ ശിഷ്യന്മാരുടെ ഫത്ഹുൽ മൊയ്ന് വിപുലമായ പ്രചാരം കിട്ടിയത്. മഹാനായ കരിങ്കപ്പാറ ഉസ്താദ് തന്റെ ഗുരുവായ ഷെയ്ഖുന എന്ന് ഞങ്ങൾ, അല്ലെങ്കിൽ കരിങ്കപ്പാറ ഉസ്താദ് അവിടുന്ന് പറയുമ്പോൾ ഷെയ്ഖുന എന്ന ഗുരു, എന്റെ ഗുരു, ഞങ്ങളുടെ ഗുരു എന്ന് പറയാൻ പര്യാപ്തരായി നിരവധി ഉസ്താദുമാർ അദ്ദേഹത്തിനുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ 40 വർഷം അമരത്ത് നിന്ന് നയിച്ചതായ, 20 കൊല്ലം സമസ്തയുടെ വൈസ് പ്രസിഡന്റും 20 കൊല്ലം സമസ്തയുടെ പ്രസിഡന്റുമായ മഹാനായ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ മൂപ്പരുടെ ഉസ്താദ ആരെ? കരിങ്കപ്പാറ ഉസ്താദിന്റെ മഹാനായ ഓക്കെ ഉസ്താദ് മമ്മൂട്ടി മൂലിയേര് പാപ്പ എന്ന് പറഞ്ഞാൽ കൈപ്പറ്റ കരിമ്പനക്കൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ വണ്ടൂർ മുദരിസായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് കിതാബ് ഇഷ്ടം പോലെ ഓതിന്റെ ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദ്. ആ ഉസ്താദിന്റെ വക്കൽ നിന്ന് ആരോധിയിട്ടുണ്ട്, കരിങ്കപ്പാറ ഉസ്താദ് ഓതിയിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ ഷെയ്ഖുന എന്ന് നിരുപാധികമായി പ്രയോഗിക്കുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതായ വ്യക്തി മഹാനായ ഇരുമ്പാലശ്ശേരി കുഞ്ഞഹമ്മദ് മുസ്ലിയാരാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അത്രത്തോളം ഒരു ഇമാമിന്റെ സ്ഥാനമാണ് ഈ ശിഷ്യഗണങ്ങളെല്ലാം അവരുടെ ഗുരുവായ ഇരുമ്പാലശ്ശേരി ഉസ്താദിന് നൽകിയിരുന്നത്. മഹാനായ ഇരുമ്പാലശ്ശേരി ഉസ്താദ് ഉപയോഗിച്ചിരുന്ന കിതാബ് ഫത്ഹുൽ മൊയ്ൻ. ഇരുമ്പാലശ്ശേരി ഉസ്താദ് മരിച്ച വാർത്ത അറിഞ്ഞ് വീട്ടിൽ വന്നതായ ശിഷ്യൻ കരിങ്കപ്പാറ ഉസ്താദ് ആ കിതാബ് കണ്ടപ്പോൾ 2 കൈയിലും പിടിച്ചുകൊണ്ട് ആ കിതാബിനെ ചുംബിച്ച് പൊട്ടിക്കരഞ്ഞതായ കഥ ചരിത്രം രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ മുഅ്മിനീങ്ങളെ, അത്രത്തോളം വലിയൊരു മഹാത്മാവാണ് ഇരുമ്പാലശ്ശേരി കുഞ്ഞഹമ്മദ് മുസ്ലിയാർ. ചെർപ്പളശ്ശേരിയിൽ നിന്നും പട്ടാമ്പിയിലേക്കുള്ള റൂട്ടിൽ അല്പം പോയി നെല്ലായിൽ നിന്നും വലഭാഗത്തേക്ക് തിരിഞ്ഞ് മാരായമംഗൽ റൂട്ടിൽ 1.5 കിലോമീറ്റർ പോയാൽ അദ്ദേഹത്തിന്റെ ഖബർ സിയാറത്ത് നടത്താം. അദ്ദേഹം വിസ്മരിക്കപ്പെട്ട ഒരു മഹാത്മാവായിരുന്നുവെങ്കിൽ 2-3 വർഷത്തോളമായി അൽഹംദുലില്ലാഹ് അദ്ദേഹത്തിന്റെ നാട്ടിൽ അനുസ്മരണവും ഉറൂസും നടക്കാറുണ്ട്. കഴിഞ്ഞ ഈ വർഷം ഈ ഓൺലൈനായിട്ട് അൽഹംദുലില്ലാഹ് 10 മിനിറ്റ് ആ മഹലിൽ നടക്കുന്ന ഉറൂസ് പരിപാടിയിൽ സംസാരിക്കാൻ അവസരമുണ്ടായി. അൽഹംദുലില്ലാഹ് ഖാദിമു ഫത്ഹുൽ മൊയ്ൻ എന്ന ശീർഷകം നൽകി 3 ലക്കങ്ങളിലായി 2022 മുതൽ 3 ലക്കങ്ങളിലായി റിസാലയിൽ ആ മഹാത്മാവിനെ പറ്റി ഞാൻ എഴുതിയത് പലരും ശ്രദ്ധിച്ചു. ഇപ്പൊ പലരും ഖാദിമു ഫത്ഹുൽ മൊയ്ൻ എന്ന പ്രയോഗം നടത്തുന്നതായി കണ്ടു. വലിയ സന്തോഷം തോന്നി. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ലോകതലത്തിൽ തന്നെ ശാഫിഈ മദ്ഹബിൽ ഏറ്റവും അംഗീകരിക്കപ്പെടുന്ന ഫത്ഹുൽ മൊയ്ൻ എന്ന ഗ്രന്ഥം ചെറിയ സൈനുദ്ദീൻ മഖ്ദൂം അവറുകൾ രചിച്ച ആ ഗ്രന്ഥത്തിന് തഅലീഖാത്തുകളിലൂടെയും അനുബന്ധ വിശദീകരണങ്ങൾ നൽകിയും തൻ്റെ ശിഷ്യന്മാരെ വരും കാലത്തേക്ക് ക്രമപ്പെടുത്തിയ ഒരു മഹാഗുരുവാണ് ഇരുമ്പാലശ്ശേരി ഉസ്താദ് എന്ന് ഉസ്താദിന്റെ വിശദീകരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലായി. ഉസ്താദിന്റെ ദീർഘമായ അന്വേഷണങ്ങളുടെയും അതുപോലെ വായനകളുടെയും കണ്ടെത്തലുകളുടെയും ഒക്കെ ഒരു ആകത്തുകയാണ് ചുരുക്കി ഇപ്പോൾ അവതരിപ്പിച്ചത്. തീർച്ചയായിട്ടും ഇരുമ്പാലശ്ശേരി ഉസ്താദിനെ അധികരിച്ച് വലിയ പഠനങ്ങൾ, വലിയ ഗവേഷണങ്ങൾ ഇനിയും നടക്കേണ്ടതുണ്ട്. ഗവേഷണ തൽപരരായ വിദ്യാർത്ഥികൾ അതിലേക്ക് മുന്നിട്ട് വരണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് ഇനി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സംഘാടനവും അതിന് നേതൃത്വം നൽകിയ നമ്മുടെ ജില്ലയിലെ മഹാപണ്ഡിതന്മാരിലേക്കും കടക്കാം.
പ്രധാനമായും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ 1920കളുടെ പരിസരത്തിലാണല്ലോ രൂപപ്പെടുന്നത്. അതിന് നേതൃത്വം നൽകിയ വലിയ പണ്ഡിതന്മാർ, അവരുടെ സംഭാവനകൾ, പ്രത്യേകിച്ചും നേരത്തെ ഉസ്താദ് പരാമർശിച്ച ഒറവിൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, വല്ലപ്പുഴ അബ്ദുള്ളപ്പ മുസ്ലിയാർ തുടങ്ങിയ, അതുപോലെ മുഖ്യധാര ചരിത്രത്തിൽ വേണ്ടത്ര പരിചയമില്ലാത്ത കുറെ ആളുകളെ പരിചയപ്പെടുത്തിയാൽ നന്നായിരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആവിർഭാവ കാലഘട്ടം, കുട്ടിക്കാലത്ത് അതിനെ പോറ്റി വളർത്താൻ ഏറ്റവും വലിയ സംഭാവന അർപ്പിച്ചതായ ജില്ലയാകുന്നു പാലക്കാട് ജില്ല. കാരണം സ്ഥാപക നേതാക്കന്മാരെല്ലാം മണ്ണാർക്കാടത്തെ മുദരിസുമാരോ അല്ലെങ്കിൽ മണ്ണാർക്കാട് ഓതിപ്പിടിച്ച മുത്തഅല്ലിമോ ആയിരുന്നു. ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദിനെ പറ്റി പറഞ്ഞു, കരിമ്പനക്കൽ അഹമ്മദ് മുസ്ലിയാരെ പറ്റി പറഞ്ഞു, പൂരിമണ്ണിൽ ഉണ്ണീദ് മുസ്ലിയാർ, മണ്ണാർക്കാട് മൂപ്പരോതി, പിന്നെ ഉസ്താദ് കരിമ്പനക്കൽ ഉസ്താദ്, വട്ടത്തൂര്, കാപ്പ്, അതിനുശേഷം തിരുരങ്ങാടി, പിന്നെ ബഹുമാനപ്പെട്ടവര് വണ്ടൂർ, ഇവിടേക്കൊക്കെ നീങ്ങുമ്പോൾ ഒപ്പം നീങ്ങി ഒപ്പം ഓതിപ്പിടിച്ച് പിന്നെ വണ്ടൂർ മുദരിസായി പൂരിമണ്ണിൽ ഉണ്ണീദ് മുസ്ലിയാർ സമസ്തയിലെ സൂഫിയര്യന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൂഫിയരനാണ്. ഞാൻ പ്രധാനമായിട്ടും സമസ്തയുടെ 5 സമ്മേളനങ്ങളെ പറ്റി ഒരൊറ്റ നോട്ടത്തിൽ വായിക്കാൻ പറ്റുന്ന വിധത്തിൽ ഒന്നിട്ട് വായിച്ചു തീർക്കാം. ആദ്യകാല സമ്മേളനത്തിലെ ജനപങ്കാളിത്തം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രഥമ സമ്മേളനം താനൂരിൽ, മലപ്പുറം ജില്ല 1977 ജനുവരി 7 നടന്നു. അസാസുൽ ഇസ്ലാം സഭയുടെ ജനുവരി 6 സമ്മേളനം നടന്നിരുന്നു. പാങ്ങിൽ അഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന ഇസ്ലാഹുൽ ഉലൂമിന്റെ അങ്കണമായിരുന്നു വേദി. ലിയാഉദ്ദീൻ വെല്ലൂർ ഹസ്രത്തായിരുന്നു അധ്യക്ഷൻ. അപ്പൊ മൊത്തത്തിൽ 1-ാം സമ്മേളനം നടന്നത് താനൂരിൽ, ഇന്ന് മലപ്പുറം ജില്ലയുടെ ഭാഗം. 1927 ഡിസംബർ 31 മൂളൂരിൽ പാലക്കാട് ജില്ലയിലെ സമസ്തയുടെ 2-ാം സമ്മേളനം നടന്നു. 2-ാം സമ്മേളനം നടന്നു. പാങ്ങിൽ ഉസ്താദായിരുന്ന അധ്യക്ഷൻ വാളക്കുളം അബ്ദുൽ ബാരി 1000-ഓളം പ്രതിനിധികളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. സമ്മേളനങ്ങൾ പങ്കെടുത്ത ആൾക്കാരുടെ എണ്ണം ഇത് ഉദ്ധരിക്കുന്നത് അൽബയാൻ എന്നാണ്. മൂളൂരിലെ 2-ാം സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിലും താനൂരിലേതുപോലെ ഒരു സഭയും, അതായത് ലിവാഉൽ ഇസ്ലാം സഭയും ഒരു സ്ഥാപനം ഇസ്ലാം ദറുസും ഉണ്ടായിരുന്നു. ഈ സമ്മേളനങ്ങളെല്ലാം നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രധാനപ്പെട്ട ദറുസും ആ ദറുസിനെ നടത്തുന്ന സഭ എന്ന ആ പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു കമ്മിറ്റിയും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മൂളൂരിലും താനൂരിലും നടന്നത്. മണ്ണാർക്കാട് ഖാൻ ബഹദൂർ കല്ലദി മൊയ്തുട്ടി സാഹിബ് ആയിരുന്നു സഭയുടെ സ്ഥിരം പ്രസിഡന്റ്. മൊത്തത്തിൽ 5 സമ്മേളനങ്ങൾ 5 സ്ഥലത്ത് നടന്നപ്പോൾ കൃത്യമായി പറയുകയാണെങ്കിൽ 9 സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്. കാരണം സമസ്തയുടെ സമ്മേളനത്തിന് തൊട്ടു മുമ്പോ ശേഷമായിട്ട് സഭയുടെ സമ്മേളനം നടന്നിരുന്നു. ഈ സഭയുടെ സമ്മേളനങ്ങളിൽ മുഴുവനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രധാനപ്പെട്ട മുഴുവൻ പണ്ഡിതന്മാരും സംബന്ധിച്ചിരുന്നു. മൊത്തത്തിൽ സമസ്തയുടെ സമ്മേളനം പോലെയാണ് ഈ സഭകളുടെ സമ്മേളനങ്ങൾ നടന്നത്. മണ്ണാർക്കാട് മാത്രം സഭയുണ്ടായിട്ടില്ല. കാരണം ഈ സഭകളുടെ എല്ലാം നേതാവ് അന്ന് ഖാൻ ബഹദൂർ കല്ലടി മൊയ്തുട്ടി സാഹിബായിരുന്നു. പണം എന്തെങ്കിലും ഇറക്കാനും സമസ്തയെ സഹായിക്കാനും അദ്ദേഹത്തിനെ സാധിച്ചിരുന്നുള്ളൂ. മണ്ണാർക്കാട് ഖാൻ ബഹദൂർ കല്ലടി മൊയ്തുട്ടി സാഹിബ് സഭയുടെ സ്ഥിരം പ്രസിഡന്റ്. 1929 ഡിസംബർ 15, 16 തീയതികളിൽ സഭയുടെ സമ്മേളനം മൂളൂർ പള്ളിയുടെ തെക്കുവശം കെട്ടി ഉണ്ടാക്കിയ പന്തലിൽ നടന്നു. മൊയ്തുട്ടി സാഹിബായിരുന്നു അധ്യക്ഷൻ. ഞാൻ നിർത്തുകയാണ്. പാങ്ങിൽ ഉസ്താദ്, അബ്ദുൽ ബാരി ഉസ്താദ്, അതുപോലെ തന്നെ ഒറ്റപ്പാലം CK മുഹമ്മദ് മുസ്ലിയാർ, ഇവരെല്ലാം അതിൽ പങ്കെടുത്തു. അപ്പോ 2 മൂളൂര്, 3 ചെമ്മൻകുഴി സമ്മേളനത്തിന് അബ്ദുൽ ബാരി ഉസ്താദിന്റെ, അതുപോലെ തന്നെ പാങ്ങുൽ ഉസ്താദിന്റെ. ഈ ചെമ്മൻകുഴി മവാരിദു സാലിഹീൻ എന്ന ദർസ് അത് നടത്തുന്ന സഭ ഉൽഫത്തുൽ മുസ്ലിമി എന്ന സഭ. ചെറിയൊരു വിശദീകരണം, ആ സഭയുടെ സമ്മേളനം വേറെ നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുത്ത മഹാന്മാർ 1930 ജനുവരിയിൽ സഭയുടെ സമ്മേളനം 2 ദിവസങ്ങളിലായി നടന്നു. ചാവക്കാട് ബുഖാറയിൽ സയ്യിദ് ഹാമിദുൽ ജലാൽ ബുഖാരിയുടെ അധ്യക്ഷതയിൽ വണ്ടൂർ മുദരിസ് കരിമ്പനക്കൽ അഹമ്മദ് മുസ്ലിയാർ, താനൂർ മുദരിസ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മൗലവി,
ചെറുതുരുത്തി മുദരിസ് കുഞ്ഞാണി മൗലവി, കോഴിക്കോട് മുദരിസ് ഉണ്ണിമമ്മു മൗലവി തുടങ്ങിയ പ്രമുഖ പണ്ഡിതന്മാരും അതുപോലെ തന്നെ വള്ളുവനാട് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനാബ് കാരക്കാടത്തെ ഉസ്താദാണ് എന്നെ വിളിച്ചിരുന്നത്. നിങ്ങളല്ലേ ഇവിടെ ഉണ്ടായിരുന്നെ? കാരക്കാടത്തെ ഉസ്താദ് അല്ലേ എന്നെ വിളിച്ചിരുന്നത്? കാരക്കാട്, പിന്നെ മേലേതിൽ കുഞ്ഞു മൊയ്തീൻ, വണ്ടൂർ കളരിക്കാട്ടിൽ അഹമ്മദ് കുട്ടി ഹാജി, വണ്ടൂർ ഉസ്താദിന്റെ ഒപ്പം ആ നാട്ടിലെ പ്രമുഖനും പ്രമാണിയുമായ ധനാഢ്യനും നമ്മുടെ ഈ ചെമ്മൻകുഴി സഭയുടെ സമ്മേളനം നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കുകയാണ്. ഞാൻ നിർത്തിയാണ്. 4ാം സമ്മേളനം കല്ലടി മൊയ്തുറ്റ് സാഹിബിന്റെ സാമ്പത്തിക സഹായത്തോടെ 1930 16 ഞായറാഴ്ച നടന്നു. അതിൽ പങ്കെടുത്ത പണ്ഡിതന്മാരെല്ലാം ഏറ്റവും കൂടുതൽ 2000 അംഗങ്ങൾ ആൾക്കാർ ആ സമ്മേളനത്തിന് പങ്കെടുത്തു 1930. അതിൽ പങ്കെടുത്ത മണ്ണാർക്കാട് പരിസരത്തുള്ളതായ ധനാഢ്യർ പ്രമുഖർ കല്ലടി മൊയ്തുറ്റ് സാഹിബ്, ഖാൻ ബഹദൂർ ഖാൻ സാഹിബ്, കല്ലടി ഉണ്ണിക്കമ്മു സാഹിബ്, കല്ലടി ഉണ്ണിയൻകുട്ടി സാഹിബ്, കല്ലടി കുഞ്ഞഹമ്മദ് സാഹിബ്, വാളിയാടി കുഞ്ഞുണ്ണി ഹാജി, അതുപോലത്തെ ആൾക്കാർ പങ്കെടുത്തു. 1931 5ാം സമ്മേളനം വെള്ളിയഞ്ചേരിയിൽ കരിമ്പനക്കൽ അഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷൻ. പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. നസ്റുൽ ഇസ്ലാം ദർസ്, അവിടുത്തെ സഭ മദാറുൽ ഇസ്ലാം സഭ, അതിന്റെ സമ്മേളനം വേറെ നടക്കുന്നുണ്ട്. ഈ പണ്ഡിതന്മാരെല്ലാം അതിൽ പങ്കെടുക്കുന്നുണ്ട്. അതിന്റെ അധ്യക്ഷൻ ഖാൻ ബഹദൂർ കല്ലടി മൊയ്തുറ്റ് സാഹിബ്. പാലക്കാട് ജില്ലയിലെ ഏത് പ്രധാനപ്പെട്ട പള്ളിയുണ്ടോ അതിന്റെ മുത്തവല്ലിയോ പ്രസിഡന്റോ ഖജാഞ്ചിയോ ഈ തറവാട്ടിൽപ്പെട്ട ഒരാളായിരുന്നു. അവിടെ മുദരിസിനെ നിയമിക്കൽ, ഇമാമിനെ നിയമിക്കൽ, പ്രശ്നമുണ്ടാകുമ്പോൾ ഇതിന് പരിഹാരം കാണൽ, ഇതെല്ലാം ഇവരുടെ വകയാകുന്നു. ആ തലമുറയെ അല്ലെങ്കിൽ ആ കല്ലടി തറവാട്ടിനെ നമുക്കടുപ്പിക്കണം, നാം അവരറിയണം എന്ന് ഇവിടെ ഇരിക്കുന്ന എന്റെ സഹപ്രവർത്തകരോട് പ്രത്യേകം ഉണർത്തുകയാണ്. നമ്മുടെ ചർച്ച അവസാനിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സംഘാടനവുമായി ബന്ധപ്പെട്ട് ഉസ്താദ് വളരെ വ്യത്യസ്തമായൊരു ചരിത്രത്തിലെ ഒരു നിരീക്ഷണമാണ് നടത്തിയത്. അതായത് സമസ്തയിലെ 2ാം സമ്മേളനം മുതലുള്ള 4 പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ നടന്നത് നമ്മുടെ വല്ലപ്പുഴയിലും മോളൂരിലും മണ്ണാർക്കാടുമാണ് എന്നത്, വെള്ളിയാഞ്ചേരിയുമാണ് എന്നത് നമ്മളെ ചെറുതായിട്ടൊന്നുമല്ല ആവേശഭരിതരാക്കുന്നത്. അത്രയും വലിയൊരു ഉജ്ജ്വലമായ ചരിത്രം നമുക്കുണ്ട്. നേരത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഉസ്താദ് വളരെ വിശദമായി സമ്മേളനങ്ങളുടെ ഒരു ചരിത്ര പശ്ചാത്തലം, അതിൽ നമ്മൾ വായിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ സഭകളുടെ സാന്നിധ്യം, അവരുടെ സംഘാടനം, അതെങ്ങനെയാണ് അന്നത്തെ ഉലമ വ്യവഹാരങ്ങളെ ചേർത്ത് നിർത്തിയത് എന്ന് ഉസ്താദ് ചുരുങ്ങിയ വാക്കുകളിൽ വിശദീകരിച്ചു. നമ്മുടെ ചർച്ച അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പ് 2 പ്രധാന വ്യക്തികളെ കൂടി പരാമർശിച്ചുകൊണ്ട് ആദർശരംഗത്ത് നമ്മുടെ ജില്ലയിൽ, നമ്മുടെ ജില്ലക്കാരനല്ലെങ്കിലും വലിയ പോരാട്ടം കാഴ്ചവെച്ച മഹാപണ്ഡിതനാണല്ലോ ഇ കെ ഹസൻ മുസ്ലിയാർ. അവരുടെ സംഭാവനകളെ ചുരുക്കി വിവരിക്കുകയാണെങ്കിൽ എത്രത്തോളം. അതോടൊപ്പം കെ വി അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ഉദ്ദേശം ഒരു 4 വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായ 3 ജില്ലകളിൽ ഈ ആദർശ മുന്നേറ്റ പ്രവർത്തനങ്ങളിൽ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ അടയാളപ്പെടുത്തിയ കെ വി അബൂബക്കർ മുസ്ലിയാർ ചെരിപ്പൂർ എന്ന പണ്ഡിതനെ കുറിച്ചുകൂടി പുതുതലമുറക്ക് വേണ്ടി സംസാരിച്ചാൽ. നമ്മുടെ ജില്ലയെ സംബന്ധിച്ചോളം ചുരുക്കി പറയാണ്, ഒറവൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ 1940കളിൽ സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. കോഴിക്കോട് ടൗണിലെ മുദാക്കര പള്ളിയിലെ മുദരിസായിരുന്നു. സമസ്തയുടെ അന്നത്തെ ആസ്ഥാനം. ഈ ഏകദേശം 18 കൊല്ലത്തോളം സമസ്തയെ നിയന്ത്രിച്ചിരുന്ന കടിഞ്ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു. ചുരുക്കി വിരിക്കാണ്, പടിഞ്ഞാറങ്ങാടി അറക്കൽ മൂപ്പരുടെ മകളെയാണ് വിവാഹം കഴിച്ചുള്ളത്. ഈ മകളെ പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. അറക്കൽ മൂപ്പര് വിദ്യാഭ്യാസത്തിന്, പെണ്ണുങ്ങളുടെ സ്ത്രീകളുടെ വിദ്യാഭ്യാസം നൽകിയ പ്രാധാന്യം ഒരുപാട് പറയാനുണ്ട്. മഹാനായ കരിമ്പനക്കൽ അഹമ്മദ് മുസ്ലിയാർ മൂപ്പര നേതൃത്വം മഞ്ചേരി ഹിദായത്തുൽ മുസ്ലിമീൻ സഭക്ക് ലഭിച്ച സമയത്താണ് അവിടെ പെൺകുട്ടികളുടെ ഗേൾസ് സ്കൂൾ സ്ഥാപിക്കുന്നത്. പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യം പറയാനുണ്ട്. വെളിയങ്കോട് തട്ടാങ്കര കുട്ടിയ മുസ്ലിയുടെ മകൾ ഖദീജ വലിയ മഹദിയാകുന്നു. ഉസ്താദുമാർക്ക്, ശിഷ്യന്മാർക്ക് മഹല്ലി ചൊല്ലിക്കൊടുത്തിരുന്നു, ഫത്ഹുൽമുൻ ചൊല്ലിക്കിരുന്നു. ഈ പാത്തുണ്ണി എന്ന അറക്കൽ മൂപ്പരുടെ മകളും എന്തിയിരുന്നു, അങ്ങനെ കിതാബ് ചൊല്ലിക്കൊടുത്തിരുന്നു. ചുരുക്കി പറയാണ് മുഅ്മിനീങ്ങളെ, മഹാനായ വല്ലപ്പുഴ അബ്ദുള്ളപ്പ മുസ്ലിയാർ നമുക്ക് വിസ്മരിക്കാൻ പറ്റാത്തതായ വലിയ നേതാവാണ്.
അദ്ദേഹം 1965 ശേഷമാണ് സമസ്തയിലേക്ക് വരുന്നതും. അതിന് പുറമെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പാലക്കാട് ജില്ല ഘടകം രൂപീകരിക്കപ്പെടുന്നതും. അതിന്റെ മുമ്പ് തന്നെ ഈ നേരത്തെ പറഞ്ഞതായ CK മുഹമ്മദ് മുസ്ലിയാർ ഒറ്റപ്പാലം പാങ്ങിൽ ഉസ്താദിനോടൊപ്പം പ്രവർത്തിച്ച നേതാവ്, 1940കളിൽ അബ്ദുൽ ഹമീദ് മൗലവി പാലക്കാട് ഖാദി, അതുപോലെ തന്നെ സൈദാലി ഹാജി ഒറ്റപ്പാലം തുടങ്ങിയവരുടെ പേര് അവർ ഒപ്പിട്ടത്, മിനിറ്റ്സിൽ ഒപ്പിട്ടത് ഈ വിനീതൻ വാട്സപ്പിലൂടെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. സമസ്തയുടെ ആ മിനിറ്റ്സിൽ തന്നെ ഇവരെല്ലാം ഒപ്പിട്ടവരാണ്. ഇവരാരാണ് എന്ന് ചരിത്രം വിശദമായി കിട്ടിയിട്ടില്ല. അള്ളാഹു അവർക്കെല്ലാവർക്കും ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ, അവരുടെ മദദ് കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ EK ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദു 1972 ദർസ് പഠനം ഉദ്ദേശിച്ചുകൊണ്ട് നാട് വിട്ട് പുറത്തിറങ്ങുന്നത്. ആ സമയം മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ്. ഇരട്ടപ്പതി എന്ന പേരിലാണ് ഞാൻ ഓതിയിരുന്ന മാരായമംഗലത്തെ മൊല്ലാക്ക ആദ്യമായി എന്നെ പരിചയപ്പെടുത്തി. പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഒറ്റപ്പതിയാണെങ്കിൽ മഹാനായ EK ഹസൻ മുസ്ലിയാർ ഇരട്ടപ്പതിയായിരുന്നു. 1975-76 കാലങ്ങളിൽ വിനീതനായി ഞാൻ മണ്ണാർക്കാട് ഓതുമ്പോൾ മഹാനായ EK ഹസൻ മുസ്ലിയാരുടെ വാദപ്രതിവാദവും സംവാദങ്ങളും ചോദ്യോത്തരങ്ങളും ക്ലാസുകളെല്ലാം ശ്രദ്ധിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് അതിലെ ഒരു മർമ്മ ഭാഗവും വിട്ടുപോകാതെ നമ്മുടെ പുസ്തകത്തിൽ എന്തുണ്ട് ചേർത്തിട്ടുണ്ട്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ പൂടൂർ സംവാദം, ആ പൂടൂർ സംവാദം എന്ന് നടന്നു എന്ന കൃത്യമായ തീയതി നമുക്കറിഞ്ഞിരുന്നില്ല. മഹാനായ സുൽത്താൻ ഉലമ AP ഉസ്താദിന്റെ വിശ്വാസപൂർവം എന്ന പുസ്തകം ഇറങ്ങുന്നത് വരേക്ക് അതിന്റെ തീയതി കിട്ടിയിട്ടില്ല. ഇറങ്ങിയ ശേഷം തീയതി കിട്ടിയിട്ടുണ്ട്. അത് രേഖ സഹിതം നമ്മുടെ പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ 299 രൂപക്ക് അത് IPB ലഭ്യമാണ്. ഒരു 10 ആൾ ഒന്നാകെ വാങ്ങാൻ തയ്യാറാകണമെങ്കിൽ 205 രൂപക്കും സാധിക്കും. EK ഹസൻ മുസ്ലിയാരുടെ കൂടെ സഹവസിക്കാനും ഒപ്പം യാത്ര ചെയ്യാനും ക്ലാസുകൾ പങ്കെടുക്കാനും അതാദ്യമായി മനസ്സിൽ കുറിച്ചു വെക്കാനും, ആ മനസ്സിൽ കുറിച്ചു വെച്ചത് ഒന്നും വിട്ടുപോകാതെ 1975-76 കേട്ടത് അൽഹംദുലില്ലാഹ് അതെന്തുണ്ട് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ജില്ലയിൽ തെക്കൻ മേഖലയിൽ ആരുമില്ലാത്ത പ്രദേശത്ത് EK ഹസൻ മുസ്ലിയാർ നേരത്തെ പറഞ്ഞ KV അബൂബക്കർ മുസ്ലിയാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ പിളർപ്പുണ്ടാകുമ്പോൾ എറണാകുളം സമ്മേളനം പ്രഖ്യാപിച്ചപ്പോൾ ധൈര്യസമേതം ഇവിടെ സ്റ്റേജ് കെട്ടിയിട്ട് ഒരു പൊതുപരിപാടി നടത്താൻ നമുക്ക് പ്രയാസമായ സമയമുണ്ടായിരുന്നു. എല്ലാവരും ശ്രദ്ധിക്കണം. ആ വേളയിലാണ് വടക്കേക്കാട് വടക്കേക്കാട് ഒരു ധനാഢ്യനായ പ്രഗത്ഭനായ ഒരു വ്യക്തി, അദ്ദേഹം 2 ജില്ലയിലെ പ്രവർത്തകന്മാരെ മുഴുവനും ക്ഷണിച്ചു വരും. അങ്ങനെ തൃശൂർ ജില്ല, പാലക്കാട് ജില്ല സംയുക്ത കൺവെൻഷൻ വടക്കേക്കാട് വെച്ച് നടക്കുകയുണ്ടായി. അവിടെ വെച്ചിട്ട് 2 വിഭാഗത്തും 2 ജില്ലക്കും കമ്മിറ്റി തീരുമാനിച്ചു. ധൈര്യസമേതം മുന്നോട്ട് പ്രവർത്തനം കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അതിനെല്ലാം നേതൃത്വം നൽകി. തുടർന്നുണ്ടായ പാലക്കാട് ജില്ലയിലും അതുപോലെ തന്നെ തൃശൂർ ജില്ലയിലും എറണാകുളം ജില്ലയിലും നടന്നതായ പൊതുസമ്മേളനങ്ങൾക്ക് മുഴുവനും അധ്യക്ഷ വഹിച്ചതിലൂടെ നേതൃത്വം വഹിച്ചതായ വ്യക്തിയാണ് KV അബൂബക്കർ മുസ്ലിയാർ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് വേണ്ടിയിട്ട് തേരോട്ടം നടത്തിയിരുന്ന, മുജാഹിദുകളോട് മല്ലടിച്ചിരുന്ന ബഹുമാനപ്പെട്ട EK ഹസൻ മുസ്ലിയാർ വരുന്നതിന് മുമ്പ് തന്നെ ആ രംഗത്ത് സജീവമായിരുന്നു. ജില്ലക്കാരനായിരുന്ന KV അബൂബക്കർ മുസ്ലിയാർ 74, 73, 75, 76 വർഷങ്ങളിലെ സുന്നി ടൈസ് എന്ന നമ്മുടെ പത്രങ്ങളുടെ പേജുകൾ നോക്കിയാൽ KV അബൂബക്കർ മുസ്ലിയാർ മുജാഹിദുകളുമായി സംവാദം നടത്തിയതിന്റെ എല്ലാ വിശദാംശങ്ങളും അതിൽ ചേർത്തായി കാണാൻ സാധിക്കും. വിശദീകരിച്ച് പറയാൻ സമയം കമ്മിയാണ്. അൽഹംദുലില്ലാഹ് അദ്ദേഹത്തെ പറ്റിയിട്ടും അത്യാവശ്യ കാര്യങ്ങൾ നമ്മുടെ പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നമ്മുടെ ചർച്ച അവസാനിക്കുകയാണ്. ഇതിന് തീർച്ചയായിട്ടും നല്ല ഫലപ്രദമായ തുടർച്ചകൾ വേണം എന്നാണ് ശ്രോതാക്കളോട് സൂചിപ്പിക്കുവാനുള്ളത്. പാണ്ഡിത്യത്തിന്റെ പൈതൃക മുദ്രകൾ എന്ന പേരിൽ ഉസ്താദ് അവറുകൾ അന്വേഷണങ്ങളിലൂടെയും പഠനങ്ങളിലൂടെയും കണ്ടെത്തിയ വസ്തുതകളെ നിരത്തി നല്ല ഒരു ആധികാരികമായ പുസ്തകം രചിച്ചു. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതിൽ പരാമർശിച്ച പ്രധാന
പണ്ഡിത മഹത്തുക്കളെ കേന്ദ്രീകരിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. അവരുടെ സംഭാവനകൾ, അവരുടെ വൈജ്ഞാനിക വ്യവഹാരങ്ങൾ, ഉലമ ആക്ടിവിസത്തിന്റെ ചരിത്രങ്ങൾ, അതെല്ലാമാണ് ഉസ്താദ് ഇവിടെ പങ്കുവച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിന് തുടർച്ചകൾ വേണ്ടതുണ്ട്. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രസ്ഥാനത്തിനും ആദർശ കൈരളിക്കും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കും മറക്കാൻ കഴിയാത്ത ധാരാളം വ്യക്തിത്വങ്ങളെ നമ്മൾ ഇതിനകം പുതിയ രീതിയിൽ ഉസ്താദ് അവറുകൾ ഇവിടെ അവതരിപ്പിച്ചപ്പോൾ നമ്മൾ കേട്ടു, മനസ്സിലാക്കി. ഇതിന് ഉസ്താദിനെ പോലത്തെ ആളുകളുടെ ചില ഒറ്റയാൾ പരിശ്രമങ്ങൾക്കപ്പുറം പുതിയ തലമുറ ഈ രംഗത്തേക്ക് കൂടുതൽ കടന്നു വരാനും കൂടുതൽ പഠനോത്സുകരായി രംഗത്ത് വരാനുമാണ് ഉസ്താദ് പുസ്തകത്തെ കൂടുതൽ പരിചയപ്പെടുത്തുന്നത്, കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത്. ഇരുമ്പാലശ്ശേരി ഉസ്താദിനെ പോലെ, അതുപോലെ നേരത്തെ ഇവിടെ പരാമർശിച്ച, ഒരുപക്ഷെ നമ്മൾ ആദ്യമായി കേൾക്കുന്ന ചില പണ്ഡിത നാമങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞു. അവരെല്ലാം ഈ ഉമ്മത്തിന് വലിയ സേവനങ്ങൾ കാഴ്ചവെച്ചവരാണെന്ന് തിരിച്ചറിയാനും അവരെ പഠനം നടത്തുവാനും അവരെ കൂടുതൽ പൊതുസമൂഹത്തിനും നമ്മുടെ മുസ്ലിം സമൂഹത്തിനും കൂടുതൽ വായനകൾക്ക് പരിചയപ്പെടുത്തുന്നതിൽ നമ്മുടെ എല്ലാവരുടെയും പങ്ക് ഉണ്ടാകണമെന്ന് ഈ ചർച്ചയുടെ ഭാഗമായി ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്രയും നേരം നമ്മളോട് ആധികാരികമായി നമ്മുടെ പണ്ഡിത മഹത്തുക്കളെ, അവരുടെ സംഭാവനകളെ കുറിച്ച് സംസാരിച്ച ഉസ്താദിന് അഗൈതവമായ കൃതജ്ഞത രേഖപ്പെടുത്തി വളരെ സന്തോഷത്തോടുകൂടി ഈ കൂടുതൽ പ്രതിജ്ഞാബദ്ധരായി ഈ ഗവേഷണ രംഗത്ത് നിലനിൽക്കും എന്ന് തീർച്ചപ്പെടുത്തി നമ്മൾ ഈ സെഷൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.